ലൈവ് ന്യൂസ് പുതുക്കാട്. ഇതൊരു വർഷത്തോളമായി ഇതിൻ്റെ പണി തുടങ്ങിയിട്ട്. നമ്മളിത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പാപ്പാമാരും കൂടി ചെയ്തിട്ടുണ്ട്. നെന്മാറ രാമേട്ടനെയും കടുക്കൻ രാജേഷിനെയും. പിന്നെ വർക്കുകളൊക്കെ വെച്ചാൽ ഭയങ്കര ഫിനിഷിങ്, ഒറിജിനാലിറ്റിയാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളും. എല്ലാം ഒറിജിനലായിട്ട് ചെയ്യുന്നുള്ളൊരു ആഗ്രഹമുള്ള ആളാണ്. പിന്നെ ഇവൻ കുറേ മോഹൻലാലിനെ മരത്തിൽ കുത്തി മോഹൻലാലിനെ വിളിച്ചു, ആളായിട്ട് സംസാരിച്ചു, അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. ലൈവ് ന്യൂസ് പുതുക്കാട്. എൻ്റെ പേര് സജീവൻ. പുതുക്കാട് കണ്ണമ്പത്തൂരാണ് എൻ്റെ വീട്. ഇത് ഞാൻ ചെയ്ത തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ ശില്പമാണ്. ഇതൊരു വർഷത്തോളമായി ഇതിൻ്റെ പണി തുടങ്ങിയിട്ട്. ഫുൾ ടൈം ഇത് ഞാൻ ചെയ്തിട്ടില്ല, ഒഴിവുള്ള സമയങ്ങളിലൊക്കെയാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് മരപ്പണിന് അപ്പോൾ ആനശില്പങ്ങൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് ചെയ്തതാണിത്. അപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആനയാണല്ലോ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. അപ്പോൾ അത് ചെയ്തിരിക്കുന്നത് മരത്തിലാണ്, മദിരാശി മരത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളിത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പാപ്പാമാരും കൂടി ചെയ്തിട്ടുണ്ട്. നെന്മാറ രാമേട്ടനെയും കടുക്കൻ രാജേഷിനെയും. ഇവരെ ചെയ്യാനുള്ള ഉപയോഗിച്ചിരുന്ന മരം കുമിഴ്മരാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഇതിന് ഏകദേശം ഒരു 250-300 കിലോളം വെയിറ്റ് വരും. ഇത് ഒറ്റത്തടിയല്ല, 3 പീസായിട്ടാണ് ചെയ്തിട്ടുള്ളത്. തല വേറെ, ചെവി വേറെ, കൊമ്പ് വേറെ, അങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നമ്മളൊരു വർക്ക് കുറുമാലിക്കാവ് അമ്പലത്തിൽ കൊണ്ട് വയ്ക്കണമെന്ന്. അപ്പോൾ കഴിഞ്ഞ പോലെ ഞങ്ങൾ തീരുമാനിച്ചാണ് ഒരു ആനശില്പം ചെയ്തപ്പോൾ. പക്ഷെ അന്ന് കൊണ്ടുവയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്രാവശ്യം ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുത്തുള്ള ചേട്ടന്മാരെല്ലാവരും കൂടി പറഞ്ഞു ഇത് കൊണ്ടുവയ്ക്കണം. അതുകൊണ്ട് ഞാൻ ഇത് അവിടെ പ്രാവശ്യം പൂരത്തിൻ്റെ അന്ന് കൊണ്ടുവച്ചു. അത് നല്ലൊരു അഭിപ്രായം കിട്ടി. ആൾക്കാരൊക്കെ ഒരുപാട് കണ്ടു. ഒരുപാട് ആൾക്കാർ ഫോൺ വിളിച്ചും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. അതൊരു വലിയൊരു അനുഭവമാണ്. എനിക്ക് ഇതിനു മുന്നേ ഞാൻ ഒരു മോഹൻലാലിൻ്റെ പ്രതിമ മരത്തിലുണ്ടാക്കിയിട്ട് ഉണ്ടായിരുന്നു. അതിനെനിക്ക് നല്ലൊരു ഇത് കിട്ടിയതാണ്. അത് കണ്ടിട്ട് ലാലേട്ടനെ വിളിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. സജുവിനെ സംബന്ധിച്ച് നല്ലൊരു പണിക്കാരൻ കൊച്ചാണ്. നമ്മുടെ അനിയൻ്റെ മാരിയാണ്. പിന്നെ അവൻ്റെ വർക്ക് ഒരു 32 കൊല്ലം മുന്നേ തന്നെ അവൻ ചെയ്തോട്ടിരിക്കുന്ന വർക്കുകളുണ്ട്. എൻ്റെ വാതിൽ ഏറ്റവും മുന്നേ ഫസ്റ്റ് കൊത്തിയത് അവനാണ് കൊച്ചുപണിയിൽ. പിന്നെ ആനപ്പണി എന്ന് പറഞ്ഞാൽ ഏറ്റവും മുന്നേ അവനെ ചെയ്തിട്ടുള്ള കൃഷ്ണൻ്റെ രൂപമാണ്. പിന്നെയാണ് ആനേനെ ചെയ്തത്. പിന്നീട് ഇപ്പോൾ മോഹൻലാലിൻ്റെ ചെയ്ത് നല്ല ഇതൊക്കെ ആയിൻ്റെ ലാലാട്ടം വിളിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വർക്കുകളൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ഫിനിഷിങ്, ഒറിജിനാലിറ്റിയാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളും. എല്ലാം ഒറിജിനലായിട്ട് ചെയ്യുന്നുള്ളൊരു ആഗ്രഹമുള്ള ആളാണ്. പിന്നെ ഇപ്പോൾ അതേ രാമേണ്ണനൊക്കെ ചെയ്തിരുന്നത് ഒറിജിനലായിട്ടുള്ള ആൾ തന്നെയാണെന്നാണ് എല്ലാവരും പറയുന്നത്. ജീവനില്ലാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവനെ നല്ലൊരു പ്രോത്സാഹനം എല്ലാവരും കൊടുക്കുക, അവനെ ഇതാക്കിയെടുക്കുക. നല്ല ഒരു വർക്ക് ചെയ്യുന്ന ആളാണ് അവൻ. അതിനെല്ലാ സഹായങ്ങളും എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവുക. ഞങ്ങളുടെ അയൽക്കാരുടെ ഭാഗത്തുനിന്ന് വളരെ സഹായവും സഹകാരങ്ങളൊക്കെ ഉണ്ട്. ഈ സജീവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അയലക്കാരനാണ്. ചെറുപ്പം മുതലത്തെ കുഞ്ഞ് ബാർ സർവീസിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുള്ളതാണ് അവനെ. അവൻ്റെ അച്ഛൻ നല്ലൊരു പണിക്കാരനായിരുന്നു. ഇവൻ പിന്നെ 2-3 പെങ്ങന്മാരുണ്ട്. അവൻ കുറേ നാൾ പിന്നെ ഗൾഫിൽ പോയി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയി പണിയൊക്കെ പഠിച്ച് അവിടെയും കൊത്തുപണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തു. പിന്നെ ഇവിടെ നാട്ടിൽ വന്നിട്ട് ആളിങ്ങനെ 2-3 വലിയ ആനകൾ തന്നെ പണിതുണ്ട്. പാമ്പാടി രാജനെ ഞങ്ങൾ വയലൂർ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് അതേ ഇതിൽ തന്നെ എല്ലാവരും പറഞ്ഞു ഇതേ ഒറിജിനൽ ആനേരെ പോലെ ഇരിക്കുക. അതിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്തു.
എനിക്കൊരു ചെറിയ ഐസ് വണ്ടിയാണ്. ഐസ് വണ്ടിയിലാണ് ഇവൻ്റെ ആനകൾ വേണത് ഞങ്ങൾ കൊണ്ടുപോകാൻ ആനകളുടെ അടുത്തേക്ക്. ഇപ്പം ഇതിനെ അങ്ങനെ അവിടെ കൊണ്ടുപോകാൻ പറ്റിയില്ല. തെച്ചിക്കോട്ട് രാമചന്ദ്രനെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അവിടെ കുറുമാലി അമ്പലത്തിൽ പൂരണ്ടായിരുന്നു ഭരണി. അപ്പോൾ അതിന് ഞങ്ങൾ കാലത്ത് 6 മണിക്ക് അവിടെ കൊണ്ടുപോയി ആൽത്തറയ്ക്കെ കൊണ്ട് ഇരുത്തി 2 പാപ്പാന്മാരും ആനയും ഞങ്ങളൊക്കെ കൂടി ഇവിടുന്ന് കയറ്റി കൊണ്ടുപോയി ഒരു ഉച്ചവരെ അവിടെ അവനെ ഇരുത്തി എല്ലാവരും സെൽഫി എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കാൻ നേരം കിട്ടിയിട്ടില്ല ആനയ്ക്ക്. അതേപോലെ ആയിരുന്നു ആനയുടെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇവൻ കുറേ മോഹൻലാലിനെ മരത്തിൽ കൊത്തി മോഹൻലാലിനെ വിളിച്ചു, ആളായിട്ട് സംസാരിച്ചു, അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ കുറേ വേറെ ചെറിയ ആനകളെയും കൊത്തിയുണ്ട്, തേക്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ വീട്ടുകാർ വന്ന് മേടിച്ചു കൊണ്ടുപോലും കാര്യങ്ങളും. മറ്റേ 2 ആന കണ്ണൂർക്കാണ് കൊണ്ടുപോയത്. ആള് ഗൾഫുകാരനാണ്, ഗൾഫിലിരുന്നിട്ട് കച്ചവടം ചെയ്ത് കൊണ്ടുപോയി കൊടുത്തു. പിന്നെ ഇപ്പോൾ ആള് മമ്മൂട്ടീനെ പണീൻ്റെ തിരക്കിലാണ് നിൽക്കണത്. ഇതിൻ്റെ പണി അങ്ങോട്ട് കഴിഞ്ഞു. അപ്പം ഇനി അത് തുടങ്ങാനുള്ള പരിപാടിയാണ്. പിന്നെ നമ്മുടെ ഈ അത്താഴ വരുന്നുണ്ട് യേശു ക്രിസ്തുവിൻ്റെ ലാസ്റ്റ് ഇത്. അപ്പോൾ അതിൻ്റെ പണി ഒരു വിധം മരമൊക്കെ ഒട്ടിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു. അതിൻ്റെ പണിയും ഇനി മമ്മൂട്ടീനെ പണി ഉണ്ടാക്കണം എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിൻ്റെ തിരക്കിലാണ് ആള്. അപ്പോൾ ആള് കൃത്യനിഷ്ഠതയും അതേ സത്യസന്ധമായിട്ട് നടക്കണ വർത്തനാണ്. അങ്ങനെയൊക്കെ ഇരുന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ഉടായ്പ് കാര്യങ്ങളൊന്നും ഇല്ല ആള്. നല്ല ഞങ്ങൾ കുഞ്ഞു ചെറുപ്പമില്ല, ഞങ്ങനത്തെ ഒരു ചെറുപ്പക്കാരനെ ഇവിടെ അടുത്ത് ഒന്നും കണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അവന് 2 ആൺപിള്ളേരാണ്, ഒരു അമ്മയുണ്ട്, ഭാര്യയുണ്ട്, 2-3 പെങ്ങന്മാർ, എളിയന്മാർ. അങ്ങനെയൊക്കെയാണ് ഇവനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ലൈവ് ന്യൂസ് പുതുക്കാട്. വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണം. അധികാരിവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ? വരൂ, നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം. ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ. ലൈവ് ന്യൂസ്, നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി. വാർത്തകളും അറിയിപ്പുകളും 8301 809039 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക.